പറഞ്ഞു ചേട്ടൻ എന്തിനാ ഈ മരണത്തെ പറ്റി തന്നെ പറയുന്നേ, അത് നിർത്ത്. അപ്പൊ രേണുവിന് അത് മനസ്സിലൊരു വിഷമം പോലെയോ? വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചേ ഏട്ടന് അസുഖങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. കാരണം 4 വർഷം മുന്നേ ഏട്ടനെ കല്യാണം കഴിച്ച സമയത്ത് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ കൊല്ലത്തായിരുന്നു. അപ്പോൾ വെളുപ്പിനെ ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ട് സ്വപ്നം. അത് ഞാൻ സുചേട്ടനോടും പറഞ്ഞു, എൻ്റെ വീട്ടുകാരോടും പറഞ്ഞു. സുചേട്ടൻ ഷൂട്ടിന് വരുന്നു, ഷൂട്ട് കഴിഞ്ഞ് വരുന്നു, കാറടിച്ച് മരിക്കുന്നു. അത് ഞാൻ കണ്ട കാര്യം. ഇപ്പം 4 വർഷം മുന്നേ കൊല്ലത്ത് വെച്ചിട്ട് കണ്ട കാര്യമാണ്. വെളുപ്പിനെ കണ്ട് ഞാൻ സ്വപ്നം. 4 വർഷം ആ സമയത്താണ്. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വെളുപ്പിനെ കാണുന്ന സ്വപ്നം നടക്കും. ആ സമയത്താണ് ബാലുചേട്ടന്റെ മരണം. അപ്പൊ ഞാൻ ആലോചിച്ചത് എന്തോ ചോദിച്ചു ആ സമയത്താ. അപ്പൊ ഞാൻ സുചേട്ടനോട് പറഞ്ഞു, സുചേട്ടൻ എന്നെ പോലെ കണ്ടു. അപ്പൊ ആ സമയത്താണ് ആ സംഭവം ഉണ്ടായത്. അത് ആ ന്യൂസ് കണ്ടിട്ടാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അത് അറിഞ്ഞിട്ടാണോ ഇനി മനസ്സിലായത് അറിയത്തില്ല. നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബാലുചേട്ടനെ. പിന്നെ അതാണോന്നും അറിയത്തില്ല. എന്തായാലും ഞാൻ കണ്ട കാര്യമാണ്. അത് ഞാൻ പറയുകയും ചെയ്തു ഏട്ടൻ്റെ അടുത്ത്, വീട്ടിലും പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചത് ദൈവമേ അങ്ങനെയൊന്നും വരത്തല്ലെന്ന്. അത് അന്ന് കണ്ട നീലപ്പെടുത അങ്ങനെയൊക്കെ ഉള്ള മനസ്സിൽ ആ സംഭവം കണ്ടത്. നീലപ്പെടുത സുചേട്ടൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരുന്നത് കണ്ടതാ. അത് തന്നെ ഇങ്ങനെ വന്നു. അതിനുശേഷം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം പറഞ്ഞല്ലോ അതിന് ഇങ്ങനെ ഉറങ്ങി നിങ്ങൾ കിടന്നപ്പോഴും മോൻ്റെ അടുത്ത് പറഞ്ഞു എന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞത് ഈ പുണ്യാളൻ, പുതുപ്പള്ളി പുണ്യാളന്റെ പള്ളിയിൽ പോയായിരുന്നു. ഞങ്ങളെല്ലാ വെള്ളിയാഴ്ച പോയിരുന്നു. ഏട്ടനുള്ള ഏട്ടനും വരും. ഏട്ടൻ ഹിന്ദുവാണ്, പക്ഷെ എൻ്റെ കൂടെ പള്ളിയിൽ വരും. അപ്പോൾ ഈ പുണ്യാളന്റെ ഫോട്ടോയിൽ ഞാൻ അതുപോലെ റൂമിൽ സെയിം ഇരിക്കുമ്പോൾ പുള്ളി ഇങ്ങനെ തൊട്ടിട്ട് പറഞ്ഞു, വാക്കുട്ടെ നിനക്കൊരു വിഷമം ഉണ്ടല്ലേ, ഒന്നും ഉണ്ടാക്കിയില്ല, ഏട്ടനൊന്നും ഉണ്ടാക്കിയില്ലെന്ന്. ഏട്ടനല്ലേ പോവുകയാണെങ്കിലേ മുകളിലോട്ട് അപ്പച്ചൻ എന്നെ വിളിക്കുവാണെങ്കിൽ ഞാൻ വീടും നിങ്ങൾക്കുള്ള കുഞ്ഞുങ്ങൾക്കുള്ള സകല ഇതും തന്നിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. ബാക്ക് ടു ബാക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇത്രയാണ് പറഞ്ഞത്. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ഈ ഒരു സംഭവത്തിന് ശേഷം അപ്പൊ ഏകദേശം എന്താ ഒരാഴ്ചക്കുള്ളിലാണ് പറഞ്ഞത്. അതെ. പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ഈ 24ന്റെ പ്രോഗ്രാമിന് വേണ്ടി. എന്തെന്നില്ലാത്ത ഭയങ്കര സന്തോഷം, ഉത്സാഹം ലാസ്റ്റ് പ്രോഗ്രാമിന് ഭയങ്കര. അപ്പൊ ഞാൻ എന്തുവാ സംഭവം സുചേട്ടാ നമ്മുടെ വണ്ടിയിലല്ലേ ഇപ്പം മോനെ ഓടിക്കുമായിരുന്നു. നമ്മുടെ വണ്ടി ഇല്ല മോനെ കൊണ്ടുവരുന്നില്ല, നിന്നെ ഏൽപ്പിച്ചിട്ട് പോവാ. ഞാൻ ഇതെന്താ ചോദിച്ചേട്ടാ പിന്നെ എങ്ങനെ പോകും? ഞാൻ ട്രെയിന് പോകും, ആദ്യം ട്രെയിന് പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചേട്ടാ ഞങ്ങളെ കൂടെ കൊണ്ടുപോകാവോ, 24ന്റെ പരിപാടിയില്ല, ഞങ്ങൾ വെറുതെ ഇരിക്കില്ല, ഷൂട്ടൊന്നും അല്ലല്ലോ പ്രോഗ്രാം, ഇല്ലില്ല നിങ്ങളെ അടുത്ത പ്രാവശ്യം കൊണ്ടുപോകാം, ഈ പ്രാവശ്യം നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന്. എന്നിട്ട് എന്നോട് ഒരു ട്രെയിനല്ല, അതിൻ്റെ തലേന്നാണ് വന്ന് ട്രെയിനല്ല പോകുന്നത്, അടിമാലി അളിയൻ്റെ ഒക്കെ കൂടെ അങ്ങനെ വിളിക്കുന്നത് ബിനു ചേട്ടനെ. അപ്പം അങ്ങോട്ട് പോയപ്പോഴും കോൾ ചെയ്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്ത്. ഞാൻ ഇത്തവണ ഒരു 6 മാസത്തിനായി എനിക്ക് വീട് പണിയണം, കുറച്ച് പ്രോഗ്രാമൊക്കെ ചെയ്ത് ഒരു 6 മാസം അതിനുള്ളിൽ ഞാൻ വീട് പണി, വീടിന് തറക്കല്ലിടും എന്നൊക്കെ എന്നോട് പറഞ്ഞു തലേന്ന്. എനിക്കതൊക്കെ ഒരു സുധിച്ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ. ഭയങ്കരമായിട്ടും ഇങ്ങനെ ഈ 4:30 വിളിക്കാത്തതില് ഒന്ന് വിളിച്ചു നോക്കാമായിരുന്നു എന്ന് ഓർത്ത് രേണുവിന്റെ കുറ്റബോധം തോന്നുന്നില്ല. കാരണം ഒന്ന് വിളിക്കാമായിരുന്നെങ്കിൽ. കാരണം ഞാൻ എന്നാന്ന് ഓർത്തത്, എന്തായാലും നിങ്ങൾ എണീറ്റു, ഒന്ന് വിളിക്കാമായിരുന്നു, നെറ്റ് ഒന്ന് എനിക്ക് ഓപ്പൺ ചെയ്യാമായിരുന്നു. ഇനിയിപ്പൊ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ സമയത്ത് വിളിച്ചാൽ ചിലപ്പം ചേട്ടൻ എടുക്കത്തില്ലായിരിക്കും, കാരണം എന്റെ കോള് വരുമ്പോഴേ വിഷമമായിരിക്കും. ആ സമയത്ത് ഇടി കിട്ടിയല്ലോ, ആക്സിഡന്റ് നടന്നിട്ട് ആശുപത്രി കൊണ്ടുപോയിട്ടാണ് മരിക്കുന്നത്. ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണ് ഏട്ടൻ മരിക്കുന്നത്. നേഴ്സിനോട് പറഞ്ഞെന്ന്, ദൃസാക്ഷികളും പറഞ്ഞു, നേഴ്സും പറഞ്ഞ് നെഞ്ചിൽ എന്തോ കെട്ടുന്ന പോലെ തോന്നുന്നു, ചിലപ്പോൾ ഞങ്ങളെയൊക്കെ കാണത്തില്ല എന്നുള്ള ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നുള്ള രീതി ആയിരിക്കണം. സുധി ലാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഫ്ലവേഴ്സിൽ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. ഇന്നും ആ പ്രോഗ്രാം അതവിടെ നടക്കുന്നുണ്ട് അല്ലേ? അത് കാണുമ്പോൾ രേണുവിനത് കാണാൻ പറ്റുന്നുണ്ടോ? പറ്റത്തില്ല. ഞാൻ അതെപ്പോഴും ഓർക്കും, മരിച്ച നടന്മാർ, അയ്യോ അവരുടെ ഭാര്യമാർക്കൊക്കെ എന്നാ ഭാഗ്യം. സഹിക്കത്തില്ല. നമ്മൾ ആ ചാനല് പകല് നോക്കുമ്പോൾ സുചേട്ടൻ്റെ ഇത് കാണും, അന്നേരം ചാനൽ മാറ്റാൻ പറയും. ഇവിടെ എല്ലാവരും മാറ്റും അന്നേരം. ഞാൻ പറഞ്ഞു അമ്മേ കാണല്, ഇവിടെ കാണല്, അത് മാറ്റിക്കോളാൻ പറയും ചാനല്. നമുക്ക് സഹിക്കാൻ കാണാറേ ഇല്ല. സുചേട്ടൻ്റെ ഒന്നും കാണാറില്ല, ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഒന്നും കാണാറില്ല. മരിച്ചതിന് ശേഷം ഇപ്പം വരുന്ന ഈ ഒരു ഒന്നും കാണാറില്ല. കാണാൻ സഹിക്കാൻ പറ്റത്തില്ലെന്നേ. രേണു, നിങ്ങള് എത്ര നാളത്തെ പ്രണയമായിരുന്നു? ഞങ്ങൾ ഒരുപാട് നാളൊന്നും പ്രണയിച്ചില്ല. ഏട്ടനെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സുബീഷ് കിന്നസ് എന്ന് പറഞ്ഞ പഴയ ടമാർ പടാന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, ഏഷ്യാനെറ്റിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ചേട്ടൻ, സുബീഷ് കിന്നസ്. ചേട്ടൻ എൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ സുധിച്ചേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ആരാധനയായിരുന്നു. കാരണം ജഗദീഷ് ചേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട്. അപ്പം ജഗദീഷ് ചേട്ടൻ്റെ ഫിഗറുമായിട്ട് സുധിച്ചേട്ടൻ സാമ്യം ചെയ്യുകയും ചെയ്യും ആ വേഷമൊക്കെ. അങ്ങനെ ഇഷ്ടപ്പെട്ട് പിന്നെ ഈ സ്കിറ്റിലൊക്കെ കണ്ട്, അന്നൊന്നും വലിയ സിനിമയിലൊന്നും ഇല്ലായിരുന്നു ഏട്ടൻ. സ്കിറ്റൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആളുടെ മുഖം, സുചേട്ടൻ്റെ മുഖം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മുഖത്തിനോടും ആളിനോടും ഒരു ഇഷ്ടം തോന്നുന്നില്ല, അങ്ങനെ ഒരു
ഫാന്റസി പോലെ ഒരു മുഖത്തിന്റെ നമ്മുടെ മനസ്സിലുള്ള ഒരാളുടെ മുഖം അങ്ങനെ ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്കറിയില്ലായിരുന്നു ഏട്ടന്റെ ഫാമിലി ഇഷ്യൂസ് ഒന്നും, എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ല, കല്യാണം കഴിച്ചതാണെന്നും അറിയില്ലായിരുന്നു. ഒന്നും അറിയത്തില്ലായിരുന്നു. ഈ സുബീഷ് ചേട്ടൻ എനിക്ക് നമ്പർ തന്നിട്ട് ഹായ് അയച്ചിട്ടും ഒരു റിപ്ലൈ ഇല്ല. ഇതെന്താ റിപ്ലൈ പോലും തരുന്നില്ല, ഒത്തിരി ദിവസം കഴിഞ്ഞിട്ട് പോലും റിപ്ലൈ ഇല്ല. അപ്പൊ ആൾക്ക് എന്നെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആള് വാട്സപ്പ് ഒന്നും ചെക്ക് ചെയ്യാറില്ല. കുറേ മെസ്സേജ് വന്നാലും മൈൻഡ് ചെയ്യാറില്ല ആള്, ഫോണൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല, ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും കണ്ട് സിനിമ കണ്ട് അങ്ങ് തീർക്കുക, അല്ലാതെ ഫോൺ യൂസ് ചെയ്ത സമയം തീർക്കാറില്ല അങ്ങനെ.